ആസാം, കേരളം ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരി അടക്കം 5 സംസ്ഥാനങ്ങളിലാണ് 2 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുക. ഈ അവസരത്തിൽ ആസാമിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ ഗതിമാറ്റം എന്തായിരിക്കും? ഇപ്പോൾ BJPയുടെ ഹിമന്ത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ സർക്കാർ. കോൺഗ്രസ് അവിടെ പ്രതിപക്ഷത്താണ്. ഭരണപരമായും രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഹിമന്ത് സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് ഏറെ വെല്ലുവിളികൾ തന്നെയാണ്. ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം എന്നീ 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും അടുത്ത ബന്ധമുള്ളവയാണ്. ഇവയിൽ ഏറ്റവും വലിയ സംസ്ഥാനം ആസാം തന്നെയാണ്. 27 ജില്ലകളിലായി 126 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഉള്ളത്. ചൈന, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഏകദേശം 5500 കിലോമീറ്ററോളം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന മേഖല കൂടിയാണ് ആസാം ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖല. അതിർത്തി കടന്നുള്ള കടന്നുകയറ്റം നിയന്ത്രിക്കുക എന്നതും ആസാമിൻ്റെ വെല്ലുവിളിയാണ് ഇപ്പോൾ. രാഷ്ട്രീയമായി നോക്കിയാൽ ഇടക്കാലത്ത് കോൺഗ്രസിൻ്റെ നല്ല കാലമായിരുന്നു പുലർന്നു പോന്നിരുന്നത്. 15 വർഷക്കാലം കോൺഗ്രസ് അവിടെ ഭരിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിന് വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ കഴിയാത്ത അവസ്ഥയിലായി. എങ്കിലും ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി കോൺഗ്രസ് BJPക്ക് മുന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. വിദേശകാര്യ വിഷയങ്ങൾ, പ്രാദേശിക വികസനം, സൈനിക സുരക്ഷ, അതിർത്തി സംരക്ഷണം, കുടിയേറ്റ ഭീഷണി തുടങ്ങിയവയൊക്കെ വെല്ലുവിളിയാവുന്ന വേദിയാണ് ഇപ്പോൾ ആസാമിൻ്റെ രാഷ്ട്രീയ തട്ടകം. സംസ്ഥാനം ഭൂമിശാസ്ത്രപരമായി നേരിടുന്ന വെല്ലുവിളികൾ അതിരൂക്ഷമാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മനോഹരമായ പ്രകൃതിയാണ് ആസാമിൻ്റെ ഭൂമിശാസ്ത്രം. ചായത്തോട്ടങ്ങളാൽ നിബിഡമായ മനോഹര ഭൂമി. ബ്രഹ്മപുത്ര നദിയുടെ ഇരുതീരങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ആസാം ഓരോ വർഷങ്ങളിലും വൻ പ്രളയത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഓരോ വർഷവും വീട് വയ്ക്കും. വീടെന്നാൽ മുളങ്കാല് നാട്ടി ചെളിപൊത്തി ഷീറ്റ് മറച്ച കൂരകൾ. അത് ഓരോ വർഷവും നദി എടുത്തു കളയും. അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയും ബ്രഹ്മപുത്ര അപഹരിക്കും. ദൂരദിക്കുകളിലേക്ക് പലായനം ചെയ്യുന്ന കാഴ്ചകൾ. വീടും കൃഷിയും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ട ഉള്ളഭാണ്ഡം തോളിലേറ്റി എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത കൊച്ചു കൊച്ചു സംഘങ്ങളെ കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകും. തിരിച്ചു വരാൻ പോലും അവർക്ക് ഇടമില്ല. സർക്കാർ നൽകുന്ന ആഹാരങ്ങളോ സഹായങ്ങളോ അവർക്ക് ലഭിക്കില്ല. ആസാമിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? വംശീയ ഏറ്റുമുട്ടലുകളുടെ മുറിവുകളിൽ നിന്നും രക്തം പടർന്ന ഭൂപടമാണ് ആസാമിൻ്റേതെന്നതും ഓർക്കണം. വിഭജനകാലത്ത് നടന്ന കുടിയേറ്റങ്ങളും പിന്നീടുണ്ടായ വംശീയ പ്രശ്നങ്ങളും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ നിരന്തരം കലുഷിതമാക്കിയിട്ടുണ്ട്. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെതിരെ ആദ്യം പ്രതിഷേധം തുടങ്ങിയ സംസ്ഥാനമാണ് ആസാം. 2019 ഡിസംബറിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം നടത്തിയവർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ ആസാമിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. 2011 സെൻസസ് പ്രകാരം ആസാമിൽ 34% മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നതും ഇതിൽ 3% മാത്രമാണ് ആസാം വംശജരുള്ളതെന്നും ബാക്കിയുള്ള 31% ബംഗ്ലാദേശി വംശജരായ മുസ്ലിങ്ങളാണെന്നുമായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത്. വലിയ വിവാദങ്ങൾക്ക് തിരിയിട്ടു ഇത്. BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിപാടിക്കിടെയാണ് വിവാദമായി പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. 2021 സെൻസസ് നടത്തിയിട്ടേയില്ല. ഇനി 2027 നടത്തുമ്പോഴേക്കും ആസാമിൽ ബംഗ്ലാദേശി വംശജരായ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 40%-ലേക്ക് ഉയരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. മുസ്ലിം ജനസംഖ്യ 50% കടന്നാൽ മറ്റുള്ളവർ ഇവിടെ ഇല്ലാതാകുമെന്നും പതിറ്റാണ്ടുകൾ നീണ്ട കുടിയേറ്റം കാരണം തദ്ദേശീയരായ ആസാം ജനത ഇപ്പോഴും വെല്ലുവിളി നേരിടുകയാണെന്നും 1961 മുതൽ തുടർച്ചയായി ജനസംഖ്യയിൽ 4-5% വർധന ഉണ്ടാകുന്നുണ്ട് എന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞതിലാണ് വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ഭാര്യ റിനിക്കി ശർമ്മയുടെ അഴിമതികൾ അനേകമാണ്. അവരുടെ പേരിലുള്ള ചായത്തോട്ടങ്ങളും ആഡംബര റിസോർട്ടുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും അടക്കം ശതകോടികളുടെ സ്വത്താണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെയാണ് അവിടെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. കോൺഗ്രസ് മേധാവി ഗൗരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതീവ പ്രതീക്ഷയിൽ തന്നെയാണ് ആസാമിൽ. കേരളത്തിലെ പോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ആസാമിലും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചത്. പട്ടികയിൽ അബ്ദുൽ ഖലീഖ്, റാഖി ബുദ്ദീൻ, അഹമ്മദ് ബിബുൽ ഗൊഗോയ് എന്നിവരുൾപ്പെടെ പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട്.
അതേസമയം സീറ്റ് പങ്കിടൽ ക്രമീകരണത്തിൽ സഖ്യ പങ്കാളികൾക്കായി 15 മണ്ഡലങ്ങൾ നീക്കിവെച്ചു. ജോർഹട്ടിൽ നിന്നുള്ള സംസ്ഥാന കോൺഗ്രസ് മേധാവി ഗൗരവ് ഗൊഗോയി, നസീറയിൽ നിന്നുള്ള നേതാവ് ദേവഭദ്ര സഖ്യ, ഹാജോ സുവൽകുച്ചിയിൽ നിന്നുള്ള സിറ്റിംഗ് MLA-മാരായ നന്ദിത ദാസ്, ബാർഖേത്രിയിൽ നിന്നുള്ള ദിഗന്ത ബർമൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബദറുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് 9 സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തിറക്കി. 126 സീറ്റുകളിൽ 25 എണ്ണത്തിലാണ് അവർ മത്സരിക്കുന്നത്. അപ്പർ അസം, ലോവർ അസം, ബരാക് വാലി എന്നിവിടങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലെ നിരവധി സംവരണ ജനറൽ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തിരഞ്ഞെടുക്കുകയുണ്ടായി. ആദ്യ പട്ടികയിൽ നിരവധി സിറ്റിംഗ് MLA-മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോംഗൈഗാവിൽ നിന്നുള്ള ഗിരീഷ് ബറുവ, SC വിഭാഗത്തിൽ നിന്നുള്ള ബാർപേട്ടയിൽ നിന്നുള്ള മഹാനന്ദ സർക്കാർ, ബോക്കോ ചായ്ഗാവിൽ അതും SC വിഭാഗമാണ് നിന്നുള്ള രാമൻ സിംഗ് റാംഭ എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. ബാർഖേത്രിയിൽ നിന്നുള്ള ദിഗന്ത ബർമനെ കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തു. നൽബാരിയിൽ നിന്ന് അശോക് കുമാർ ശർമ്മയെയും ദീഹുവിൽ നിന്ന് രതുൽ പട്വാരിയെയും മത്സരിപ്പിക്കുന്നുണ്ട്. സെൻട്രൽ അപ്പർ ആസാമിൽ നിബജാറിൽ നിന്ന് ബിനന്ദകുമാർ സൈക്കിയെയും, ജാഗി റോഡിൽ SC വിഭാഗത്തിൽ നിന്ന് ബുബുൾ ദാസിനെയും, രൂപാഹിഹാത്തിൽ നിന്ന് നൂറുൽ ഗോഡ്യയെയും, സമഗുരിയിൽ നിന്ന് തൻസിൽ ഹുസൈനെയും, റാഖയിൽ നിന്ന് SC വിഭാഗത്തിൽ ഉൽപ്പൻ ബെനിയെയും പാർട്ടി നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സീറ്റുകളിലൊക്കെയും വിജയ സാധ്യതകളെക്കുറിച്ച് തികച്ചും ആത്മവിശ്വാസത്തിലുമാണ്. നിലവിലെ നിയമസഭയിൽ BJPക്ക് 64 അംഗങ്ങളാണുള്ളത്. പ്രതിപക്ഷത്ത് കോൺഗ്രസിൽ നിന്ന് 26 MLA-മാരും AIDF-ൽ നിന്ന് 15 പേരും CPI-M-ൽ നിന്ന് ഒരു MLA-യുമുണ്ട്. ഒരു സ്വതന്ത്ര MLA-യുമുണ്ട്. 2021 അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA 75 സീറ്റുകളിലായി അധികാരം നിലനിർത്തിയിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസ് ഇതര സഖ്യത്തിന് ആദ്യമായി തുടർച്ചയായ 2ാം വിജയമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാജോത് സഖ്യം 50 സീറ്റുകൾ നേടി. 2016 ഇത് 26 ആയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത് വിശ്വ ശർമ്മ 2015 കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നാണ് ആസാം BJPക്ക് പതിച്ചു കൊടുത്തത്. അതുവരെ അവിടെ BJP ഒരു ശക്തിയേ അല്ലായിരുന്നു. ഹിമന്തയുടെ ഈ കാലുമാറ്റം കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണം BJP പിടിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ആസാമിൽ അലയടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കളുടെ പ്രചരണ സാന്നിധ്യം ആസാം ജനതയുടെ ഇടയിൽ വൻ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വൻ പ്രചരണ തന്ത്രം മെനഞ്ഞ് ആസാം മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയക്കൊടി ഉയർത്താൻ ശ്രമിക്കുകയാണ്. BJPയുടെ കുടില തന്ത്രങ്ങൾ ഒന്നും തന്നെ ഇവിടെ വിലപ്പോകില്ല എന്ന് മാത്രമല്ല, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ജനദ്രോഹം അതിരുകടക്കുമ്പോൾ അത് ജനം തിരിച്ചറിയുന്നു എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പിടിവള്ളി. കോൺഗ്രസ് അവിടെ ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ അത് കേന്ദ്രത്തിലടക്കം BJPക്ക് കൂടിയുള്ള കനത്ത തിരിച്ചടിയായി അത് മാറും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.